നമസ്കാരം. കേരളത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം ആഗതമായിരിക്കുകയാണ്. കേരളത്തിൽ ഇനി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ 2 ഘട്ടങ്ങളിലായിട്ട്, അതായത് ഡിസംബർ 9, 11 തീയതികളിൽ വോട്ടെടുപ്പ് നടക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന നിലയിലും കണക്കാക്കപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ ആരാണ് മികച്ച സ്ഥാനത്ത് എന്ന് വിലയിരുത്തുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകും. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആര് ഭരിക്കുമെന്ന് തന്നെയാണ്. ആദ്യമായിട്ട് നമുക്ക് LDF നിന്ന് തുടങ്ങാം. ഭരണത്തിലെ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് മുന്നേറ്റത്തിലുള്ള സ്ഥിതി നിരീക്ഷിക്കാം. 2020 തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ LDF ഗ്രാമപഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും മികച്ച നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അധികമായിട്ട് LDF ലോക്സഭാ നിയമസഭയിലാണ് ശക്തമായ അടിസ്ഥാനം ഇടുന്നത് എന്നതും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സ്ഥിരതയുള്ള പിന്തുണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, അതായത് UDF ആണ് എതിർദിശയെ നിലകൊള്ളുന്നത്. തദ്ദേശ നിരയിൽ ഇവർ മുന്നേറാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ ഇവർക്ക് തിരിച്ചടികളും നേരിടുന്നുണ്ട്. തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കും ഇവിടെ മുന്നേറാനുള്ള അവസരങ്ങളുണ്ട്. നഗരങ്ങളിലും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലും അവർ ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട്. മൂന്നാമതായി വോട്ടർ ചേഞ്ചുകളും അതുപോലെ തന്നെ ചില രീതികളും ഇതിൽ വലുതായിട്ട് സ്വാധീനം ചെലുത്തുമെന്നാണ് പറയാനുള്ളത്. വോട്ടർ പട്ടികകളിൽ ഇരട്ട വോട്ടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഒരുപാട് തവണ ഉയർന്നു വന്നിട്ടുണ്ട്. പലരും കള്ളവോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ്. ഇത് തെരഞ്ഞെടുപ്പ് പ്രശ്നത്തിന്റെ ബന്ധപ്പെട്ട പൊതുജന പ്രതീക്ഷകൾക്കെതിരായ ഒന്ന് തന്നെയാണ്. ഇവയെ പരാമർശിക്കാതെ ആരാണ് ജയിക്കുക എന്നത് നമുക്ക് സംസാരിക്കാൻ കഴിയാത്തൊരു വിഷയമാണ്. നമ്മൾ ജനാധിപത്യ രാജ്യമാണെങ്കിലും കള്ളവോട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഒരു നിരീക്ഷണ രീതിയിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ പറയാം. LDF നിലവിൽ ശക്തമായ സ്ഥാനത്തിൽ തുടരുന്നു എന്ന നിലയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ ഇത് നിർണായക വിജയം എന്ന നിലയിലേക്ക് തന്നെ ആയിരിക്കില്ല എന്ന സൂചനകളും ഇവിടെ ഉണ്ട്. കാരണം ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്നതാണ്. കൂടുതൽ വെല്ലുവിളികളെ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. പ്രത്യേകിച്ച് നിലവിൽ ജനാഭിപ്രായത്തെ ബാധിക്കുന്ന സാമൂഹിക സാമ്പത്തിക ചോദ്യങ്ങൾ LDFനെതിരെ ഉയർന്നിട്ടുണ്ട്. UDFനും ഒരു മാറ്റ സാധ്യത കാണാനുണ്ട്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ അവരുടെ പ്രവർത്തന സജ്ജത ഉയർന്നു വരികയാണെങ്കിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാകും. BJPക്ക് തദ്ദേശീയ നിരക്കിൽ ചെറുതല്ലാത്ത മേൽക്കോയ്മ കിട്ടാൻ സാധ്യതയുമുണ്ട്. പക്ഷെ ഇത് വ്യാപകമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ കൃത്യമായ ഒരു വിജയം എന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു അന്തരീക്ഷം കേരളത്തിലില്ല. അതായത് ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ മുന്നേറ്റം അല്ലെങ്കിൽ വിപരീതം എന്ന നിലയിലല്ല നമ്മൾ വിലയിരുത്തേണ്ടത്. എങ്ങനെയാണ് ഈ അവസരത്തെ അവർ ഉപയോഗിക്കുന്നു എന്ന രീതിയിലാണ്. വോട്ട് ശതമാനവും ഭേദഗതികളും ആഘോഷമോ മുന്നോട്ടുള്ള സൂചനയോ ആകാൻ സാധ്യതയുമുണ്ട്. അതിനാൽ ആര് നേടുമെന്ന് പറയുമ്പോൾ നിലവിൽ LDF വിജയിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നും. പക്ഷേ UDFനും അതുപോലെ തന്നെ BJPക്കും പിൻവാങ്ങാനുള്ള സാധ്യതയുമുണ്ട്. കാരണം അവർക്കും കയറി വരാനുള്ള സാധ്യത കേരളത്തിലുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സംഘടിത പ്രവർത്തനവും നേട്ടത്തിനായി നയിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇവർ ജനങ്ങളിലേക്ക് എത്തിപ്പെടണമെന്നാണ് പറയുന്നത്. കാരണം യഥാർത്ഥ മത്സരം ജനങ്ങളോടാണ് ഇവർ നടത്തേണ്ടത്. യുവജനങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട ആളുകളാണ്. അതുപോലെ തന്നെ പ്രവാസികൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടവരാണ്. അവരൊക്കെ കൃത്യമായിട്ട് രാഷ്ട്രീയം നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് വോട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ 3 പാർട്ടികൾക്കും വിജയിച്ചു വരാൻ കഴിയുകയുള്ളൂ. തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രത്യേകത കൂടി നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയുന്നതാണ്, നമ്മുടെ നാട്ടിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ആളെയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് നമ്മൾ ഇതിനായിട്ട് തെരഞ്ഞെടുക്കുക. വാർഡ് മെമ്പർ ആകട്ടെ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആവട്ടെ, എന്തുമാകട്ടെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല മനുഷ്യനായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് സഹായം അഭ്യർത്ഥിച്ചാൽ സഹായം ചെയ്തു തരുമെന്നൊക്കെ തോന്നുന്ന ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ ലീഡറായിട്ട് ഇവിടെ തെരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ടാകുക. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കളി മാത്രമാണ് തദ്ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ ബാധിക്കുക എന്നൊരു കാര്യത്തിലേക്ക് നമുക്ക് തീരുമാനമെത്താൻ പറ്റില്ല. കാരണം കേരളത്തിലുള്ള ആളുകൾ ചിന്തിച്ചും മനസ്സിലാക്കിയും വോട്ട് തെരഞ്ഞെടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നമുക്കൊരു രാഷ്ട്രീയം എന്ന രീതിയിൽ ഉപരി വ്യക്തിഗതമായിട്ട് സമീപിക്കുന്ന രീതിയിലേക്കും നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർ ഭരണം നേടിയതിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയുള്ള പ്രതിരോധവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും ഊന്നി പറയുന്നതിൽ LDF ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പ്രാദേശിക തലത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടുതൽ പുതുമുഖങ്ങൾക്കും അതുപോലെ തന്നെ യുവജന വനിതാ പ്രാതിനിധ്യത്തിനും പ്രാധാന്യം നൽകാനും തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ നേതൃനിരയെ വളർത്താനുമുള്ള ശ്രമം LDFൽ കാര്യമായിട്ട് നടത്തുന്നുണ്ട്. അതുകൂടാതെ സർക്കാരിനെതിരെ ഉയർന്നു വന്ന വിവിധ വിമർശനങ്ങളെയും അതുപോലെ തന്നെ ചില വിവാദങ്ങളെയും മറികടക്കാൻ നേർക്കുനേർ പ്രതിരോധിക്കുന്നതിന് പകരം സാധാരണക്കാർക്ക് ലഭിച്ച പ്രയോജനങ്ങളെ കുറിച്ചും അവർക്ക് സർക്കാർ നൽകിയ ആനുകൂല്യങ്ങളെയും കുറിച്ചൊക്കെ പ്രചാരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് LDF. ഇനി നമുക്ക് UDFന്റെ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് സംഘടനാപരമായ ഏകീകരണത്തിലാണ് UDF ഇത്തവണ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.
മുന്നണിയിലെ ഘടകങ്ങൾക്കിടയിൽ തദ്ദേശ സ്ഥാപന തലത്തിൽ കൂടുതൽ ഐക്യം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ കാര്യമായിട്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരമാണ് അവരുടെ മുഖ്യ പ്രചാരണ വിഷയം. എന്നാൽ ഈ തവണത്തെ മാറ്റം മുൻപ് കണ്ടിരുന്നത് പോലെ വലിയ സംസ്ഥാന തലത്തിലുള്ള അഴിമതി ആരോപണങ്ങൾക്കപ്പുറം പ്രാദേശിക തലത്തിലെ ഭരണത്തിലെ കെടുകാര്യസ്ഥതയും അതുപോലെ തന്നെ വികസനത്തിലെ മുരടിപ്പും എടുത്തു കാണിക്കുന്ന എന്നതാണ്. കൂടാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഡിജിറ്റൽ പ്രചാരണത്തിലും കൂടുതൽ യുവാക്കളെയും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പുതിയ കാലത്തിലേക്കും പുതിയ വോട്ടർമാരിലേക്കും എത്താൻ ശ്രമിക്കുന്നുണ്ട് UDF. അടുത്തത് നമുക്ക് ഭാരതീയ ജനതാ പാർട്ടി അതായത് BJPയിലേക്ക് വരാം. മുൻകാലങ്ങളിൽ നഗരമേഖലകളിൽ മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കൂടുതൽ ഗ്രാമീണ മേഖലകളിലേക്ക് അവരുടെ സാന്നിധ്യം വ്യാപിപ്പിക്കാൻ BJP കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ദേശീയ വിഷയങ്ങൾക്കൊപ്പം പ്രാദേശിക വിഷയങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകുന്നു എന്നത് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പ്രാദേശിക തലത്തിൽ എത്തിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വരുത്തിയ വീഴ്ചകൾ, അതോടൊപ്പം തന്നെ പ്രാദേശിക വികസനത്തിലുള്ള BJPയുടെ കാഴ്ചപ്പാടുകൾ എന്നിവ ശക്തമായി ഇവർ അവതരിപ്പിക്കുന്നുണ്ട്. യുവജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം ലക്ഷ്യമിടുകയും ചെയ്യുകയാണ് BJP. ഇപ്പോൾ പ്രധാനമായും ക്രിസ്ത്യൻ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശ്രമങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ LDF ഭരണ നേട്ടങ്ങളിലും ക്ഷേമത്തിലും ഊന്നിയുള്ള പ്രതിരോധപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ UDF പ്രാദേശിക ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിച്ച് സംഘടനാപരമായ ശക്തി വീണ്ടെടുക്കാനാണ് ശ്രമിക്കുന്നത്. BJP ആകട്ടെ ഗ്രാമങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ച് ദേശീയ പ്രാദേശിക വിഷയങ്ങൾ സംയോജിപ്പിച്ച് പുതിയ രാഷ്ട്രീയ അടിത്തറ സംരക്ഷിക്കാനും സൃഷ്ടിക്കാനുമാണ് ശ്രമിക്കുന്നത്. ഈ മൂന്ന് മുന്നണികളുടെയും തന്ത്രങ്ങളുടെയും മാറ്റങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ വളരെ നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. തദ്ദേശീയ തെരഞ്ഞെടുപ്പിലെ ഫലം ഏത് മുന്നണിക്കാണോ അനുകൂലമാകുന്നത് ആ ഫലങ്ങൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കും എല്ലാ മുന്നണികളും അവരുടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നത്. അതായത് വരാനിരിക്കുന്ന നിയമസഭയിൽ ഇത് പ്രതിഫലിക്കും എന്നർത്ഥം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ അവരുടെ നിലവിലെ ഭരണ തുടർച്ച എന്ന ആശയം കൂടുതൽ ശക്തമായി ജനങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത ഏറെയാണ്. ഇനി അവർ വരുത്താൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്താണെന്ന് കൂടി പറയാം. ഒന്നാമത്തത് ക്ഷേമ പദ്ധതികൾ ശക്തിപ്പെടുത്തൽ തന്നെയാണ്. വിജയം ക്ഷേമ പദ്ധതികളുടെ അംഗീകാരമാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും പുതിയ ജനപ്രിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാനും നിലവിലുള്ളവയുടെ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനും സർക്കാർ ശ്രമിക്കുകയും അത് സാധ്യമാക്കുകയുമുള്ള സാധ്യതയുണ്ട്. വിവാദങ്ങളുള്ള പ്രതിരോധമാണ് അടുത്ത ഘട്ടം. ഭരണത്തിനെതിരെ ഉയർന്നു വരുന്ന വിവാദങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടില്ലെങ്കിൽ ആ വിഷയങ്ങളെ പ്രചാരണ വിഷയമാക്കാതെ വികസനം മാത്രം സംസാരിക്കുന്ന പോസിറ്റീവ് ക്യാമ്പയിൻ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് LDF ചെയ്യുക. അടുത്തത് പുതിയ നേതാക്കൾക്ക് നൽകുന്ന പ്രാധാന്യമാണ്. തദ്ദേശീയ സ്ഥാപനങ്ങളിൽ വിജയം നേടിക്കൊടുത്ത യുവ വനിതാ നേതാക്കൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നൽകി പുതിയ മുഖങ്ങളെ അവതരിപ്പിക്കാൻ സാധ്യതയേറെയാണ്. ഐക്യ ജനാധിപത്യ മുന്നണി അതായത് UDFയിലേക്ക് വരാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റം നേടാനാവുകയാണെങ്കിൽ UDF അതൊരു തിരിച്ചുവരവിന്റെ സൂചനയായിട്ട് അവതരിപ്പിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തമായ നിലപാടുകളിലേക്ക് മാറുകയും ചെയ്തേക്കും. കാരണം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അടുത്ത തവണ നമുക്ക് കിട്ടണമെന്ന് തന്നെയാണല്ലോ. സംഘടനാപരമായ പരിഷ്കാരങ്ങളാണ് ആദ്യത്. പരാജയപ്പെട്ട മേഖലകളിലെ പ്രാദേശിക നേതാക്കളെ മാറ്റുകയും മുന്നണിക്കുള്ളിൽ കൂടുതൽ ഐക്യവും ഏകോപനവും ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് UDF ആണ്. സീറ്റ് വിഭജനത്തിലെ തർക്കങ്ങൾ മുൻകൂട്ടി പരിഹരിക്കാൻ ശ്രമിക്കുകയും ഇവർ ചെയ്യും. മാറ്റത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് അടുത്തത്. ഭരണവിരുദ്ധ വികാരത്തെ ഊതിക്കത്തിച്ചുകൊണ്ട് മാറ്റത്തിനായി വോട്ട് ചെയ്യുക എന്ന മുദ്രാവാക്യം ഇവർ ശക്തമാക്കും. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റിലെ വീഴ്ചകളിലും കടക്കണിയും പ്രധാന വിഷയമാക്കാനും UDF ശ്രദ്ധിക്കും. സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത്. മുൻകാലങ്ങളിൽ നഷ്ടപ്പെട്ടതെന്ന് കരുതുന്ന ചില സാമുദായിക വോട്ട് ബാങ്കുകൾ തിരിച്ചുപിടിക്കാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയം നടത്തുകയും ചെയ്യും. ഇനി നമുക്ക് ഭാരതീയ ജനതാ പാർട്ടി അതായത് BJPയിലേക്ക് വരാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനും കൂടുതൽ സീറ്റുകൾ നേടാനും സാധിക്കുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം കക്ഷി എന്ന നിലയിൽ അവരുടെ പ്രചാരണം കൂടുതൽ തീവ്രമാക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയങ്ങൾ ദേശീയ നേതൃത്വത്തെ ആകർഷിക്കുകയും കൂടുതൽ കേന്ദ്ര നേതാക്കളുടെ ഫണ്ടിന്റെയും ഇടപെടൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ ഉറപ്പാക്കുകയും ചെയ്യും. അടുത്തത് ഇവരുടെ ക്ലസ്റ്റർ തന്ത്രമാണ്. അതായത് തദ്ദേശത്തിൽ വിജയം നേടിയ നഗരപ്രദേശങ്ങളെയും സമീപ മണ്ഡലങ്ങളെയും വിജയ ക്ലസ്റ്ററുകളായി കണക്കാക്കി
അവിടെ ഊർജിതമായ പ്രവർത്തനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് ഇവരുടെ ഒരു രീതി തന്നെയാണ്. ഇനി പറയുന്നത് വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ ധ്രുവീകരണത്തെ കുറിച്ചാണ്. പ്രധാന മുന്നണികളോടുള്ള അതൃപ്തി മുതലെടുത്ത് രാഷ്ട്രീയ ധ്രുവീകരണം ശക്തമാക്കാൻ ശ്രമിക്കുകയും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരു റിപ്പോർട്ട് കാർഡാണ്. ഈ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ LDF തങ്ങളുടെ നേട്ടങ്ങളെ ന്യായീകരിച്ച് പ്രതിരോധം തീർക്കുമ്പോൾ UDF പുതിയ നേതാക്കളെയും വിഷയങ്ങളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ആക്രമണം ശക്തിപ്പെടുത്തും. BJP ആകട്ടെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ തന്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു പുതിയ മത്സരത്തിന് വഴിയൊരുക്കുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. ഇനി പറയൂ, ആരായിരിക്കും ജയിക്കുക? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്താം. നന്ദി.